ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി മെക്കാനിക്കൽ. ടെക് പി എസ് സി മെക്കാനിക്കൽ എക്സാംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ക്വാളിഫിക്കേഷനുള്ള നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോടുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMVA എന്ന് പറയുന്ന പോസ്റ്റ്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസത്തോട് കൂടിയിട്ട് അത് വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വരുന്ന നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ തവണ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ കട്ട് ഓഫ് എത്രയായിരുന്നു വന്നിരുന്നത്, എത്ര പേര് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മളെ ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കറണ്ട് ആയിട്ടുള്ള അപ്ഡേറ്റഡ് സിലബസ് എന്താണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്താൽ അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്താലാണ് നമുക്ക് ഈ ഒരു എക്സാം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ഈ ഒരു മെയ് മന്തിൽ 11-ാം തീയതി കൂടിയ PSC ബോർഡ് കമ്മിറ്റിയിലാണ് അടുത്ത ആയിട്ട് നമുക്ക് ഈ ഒരു 30-ഓട് കൂടിയിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരികയാണ് എന്നുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മളെ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റ് പറയുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെ, AMVA എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയാറുള്ളത്. AMVA നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 13th ആയിരിക്കും. മെയ് 30-ാം തീയതി ആയിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ജൂലൈ 1-ാം തീയതി, അല്ലെങ്കിൽ ഒരു മന്തോളം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും അല്ലെ. ഒരു ജൂൺ മാസമായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കുക. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമ്മളെ ലൈസൻസ് ഒക്കെ ആഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ, പുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ലൈസൻസ് ഒന്നും ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ലൈസൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ തെറ്റാതെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ദെൻ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നോർമലി നമ്മുടെ PSCൻ്റെ ഏജ് ലിമിറ്റ് 21 മുതൽ 36 വരെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയാം കുറച്ച് കാലങ്ങൾക്ക് മുന്നായിട്ട് നമ്മളെ ഒരു ഏജ് ലിമിറ്റ് ഒരു 40 വയസ്സ് വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ 36 മുതൽ 40 വരെയാണ് നമ്മൾ ഏജിൻ്റെ ലിമിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അതോടൊപ്പം തന്നെ OBC അതേപോലെ തന്നെ SC/ST വിഭാഗക്കാർക്ക് സാധാരണ നമ്മൾ PSC കൊടുക്കുന്ന ഒരു 3 വർഷം OBCക്കാർക്കും 5 വർഷം SC/STക്കാർക്കും കൊടുക്കുന്ന റിലാക്സേഷൻ ഇതിനും ആപ്ലിക്കബിൾ ആയിരിക്കും PSCയുടെ റൂൾ പ്രകാരം. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 45,600 മുതൽ 95,600 ആണ്. ഒരു ഡിപ്ലോമ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാം ആണ് ഇത്. അപ്പോൾ ഡിപ്ലോമക്കാരന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സാലറി സ്കെയിലുള്ള 1-2 എക്സാമുകളിൽ ഒരെണ്ണമാണ് നമ്മൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ നമ്മളൊരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ 3ആയിട്ട് ഇവിടെ തരംതിരിച്ചിട്ടുണ്ട്. 3ആയിട്ടല്ല, ഇനി നമുക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ വേണം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ SSLC ആണ്. SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാമോ പാസ്സായിരിക്കണം. SSLC, DHSLC അല്ലെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ CBSEയുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകളൊക്കെ എന്താണോ SLC ബേസിക് 10th എന്തായിരിക്കണം, പാസ്സായിരിക്കണം. ദെൻ സെക്കൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സായിട്ടുണ്ടായിരിക്കണം അല്ലേ. അത് സ്റ്റേറ്റ് ബോർഡ് SBT സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അപ്രൂവ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. 1 ഇയർ ഡിപ്ലോമ ഒക്കെ ഉണ്ട് പല പ്രൈവറ്റ് ആയിട്ടുള്ളതും, അതൊന്നും പറ്റില്ല. 3 ഇയർ ഡിപ്ലോമയാണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം അല്ലേ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ക്വാളിഫിക്കേഷനും പറഞ്ഞു. പിന്നെ അതേപോലെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വലന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് അപ്ലിക്കബിൾ ആണ്, അതേപോലെ തന്നെ ഹയറും അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ഡിപ്ലോമ ഉള്ള BTech ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഫിസിക്കലി ക്വാളിഫിക്കേഷൻ, ഇതിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല, ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ആണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ പോലീസിനും ഫയറിനൊക്കെ പോലുള്ള എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല, 8 5 പാസ്സാകുക അങ്ങനെയുള്ള ടെസ്റ്റ് ഇല്ല. പക്ഷേ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ആള്. അപ്പോൾ അതിന് ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെന്റിമീറ്റർ മിനിമം മെയിലിനുണ്ടായിരിക്കണം. ഫീമെയിൽ ആകുമ്പോൾ അത് 152 സെന്റിമീറ്റർ മതി. ദെൻ ചെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം.
പ്ലസ് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. 5 സെൻറ്റിമീറ്റർ മിനിമം 81 ആണ്. നമുക്ക് 90 ചെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ അടക്കം 95 മിനിമം വേണം. സോ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. അതിനൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്തായാലും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് എന്തായാലും എക്സാം കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ നമ്മുടെ SC/ST ഇതിലും തന്നെ നമ്മൾ ഈ ഹൈറ്റ് പറയുന്നിടത്തും കാര്യങ്ങൾ പറയുന്നിടത്തും SC/STക്ക് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ 165 സെൻറ്റിമീറ്റർ പറയുന്നത് SC/STക്ക് 160 സെൻറ്റിമീറ്റർ മതി. ഫീമെയിൽസിനാകുമ്പോൾ 150 സെൻറ്റിമീറ്റർ മതി. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മളുടെ ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ആണ് കണ്ണിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്, വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പറയേണ്ടത്. അത് നോർമലി നമ്മൾ പറയുന്ന പോലെ ഡിസ്റ്റൻറ്റ് വിഷൻ 6/6 വേണം. അതേപോലെ തന്നെ നിയർ വിഷൻ 0.5 വേണം. അപ്പോൾ ഇത് നമ്മൾ ഫിസിക്കലിൻ്റെ പോകുന്നതിന് മുന്നോടിയായിട്ട് അതുമായി പറയുന്ന ഉദ്യോഗസ്ഥർ അതൊരു റാങ്ക് പറയുന്നുണ്ട്. ആ റാങ്ക് പരമായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഗവൺമെൻറ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് വേണ്ടത്. അവിടുന്ന് ഒരു മെഡിക്കൽ ടെസ്റ്റ് ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ അതാണ് വിഷ്വൽ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു സെലക്ഷൻ സ്റ്റേജസ് ആണ് പറയാനുള്ളത്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ സ്റ്റേജസ്? ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 100 മാർക്കിൻ്റെ ഒരു എക്സാം ആയിരിക്കും അല്ലേ. അത് OMR എക്സാം ആയിരിക്കാം, മേ ബി അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സാം ആയിരിക്കാം. PSC ഇപ്പോൾ ഓൺലൈൻ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ PSCക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്ററുകളിൽ കേരള ഒട്ടാകെ. അപ്പോൾ അതിൽ കൂടുതൽ അപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും എന്ത് ചെയ്യില്ല, ഓൺലൈനായിട്ട് നടത്താറില്ല. സോ ഓൾമോസ്റ്റ് OMR എക്സാം തന്നെയാണ്. ഒരു 90% നമ്മൾ എന്ത് ചെയ്യാം, OMR എക്സാം തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇതിലധികം അത്രയും ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ്. സോ 100 മാർക്കിന് നമുക്ക് ഫസ്റ്റ് ഒരു OMR എക്സാം ഉണ്ടാവും, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള സിലബസും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ആ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഫിസിക്കൽ മെഷർമെന്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 20 മാർക്കിന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ടോട്ടൽ നമ്മളുടെ ഒരു സെലക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർവ്യൂവിന്റെ സമയം ഈ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസ് വെരിഫൈ ചെയ്യണം. പ്രോപ്പറായിട്ട് നമ്മുടെ ലൈസൻസും സർട്ടിഫിക്കറ്റുകളും എല്ലാം തന്നെ വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് അല്ലേ, കഴിഞ്ഞ വിളിച്ച AMVയുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ എക്സാം നടന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. സോ കഴിഞ്ഞ തവണ വിളിച്ചത് 2022 517 എന്ന കാറ്റഗറിയിലാണ്. അതായത് 2022 ഡിസംബറോട് കൂടിയായിട്ടാണ് ഏകദേശം നോട്ടിഫിക്കേഷൻ വന്നത്. ഡേറ്റ് ഓഫ് എക്സാം നടന്നത് 2023 മെയ് 26 എക്സാം നടന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ 5 മന്ത്സിൻ്റെ ഉള്ളിൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണയും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് ഒരു 4 to 5 മന്ത്സിൻ്റെ ഉള്ളിൽ എല്ലാ എക്സാമുകളും നടത്തുന്നുണ്ട് അല്ലേ, ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്കും പെട്ടെന്ന് തന്നെ ഒരു എക്സാം പ്രതീക്ഷിക്കാം. അന്ന് കഴിഞ്ഞ തവണ ടോട്ടൽ അപ്ലിക്കേഷൻസ് ഉണ്ടായത് 10,000 പേരായിരുന്നു അല്ലേ, 10,787 പേര് അല്ലേ. അതാണ് നമുക്ക് ടോട്ടൽ അപ്ലിക്കേഷൻസ് ഉണ്ടായത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 സെപ്റ്റംബർ 2 നമുക്ക് ഈ ഒരു എക്സാം നടന്നതിന് ശേഷം അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരാനുണ്ട്, പിന്നെ ഒരു വെരിഫിക്കേഷൻ വരാനുണ്ട് അല്ലേ. വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷോർട്ട് ലിസ്റ്റും കൂടി ഇടും. ആ വെരിഫിക്കേഷനിൽ അതായത് ഫിസിക്കൽ മെഷർമെൻറ്റിൽ നിന്ന് ഔട്ടായ ആളുകൾ ഒഴിവാക്കിയിട്ട് വീണ്ടും ഒരു ലിസ്റ്റും കൂടി ഇടും, ഒരു ഷോർട്ട് ലിസ്റ്റും കൂടി ഇടും. അതിനുശേഷം നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം മെയിൻ ലിസ്റ്റ് ഇടും. സോ എന്ത് ചെയ്യുന്നുണ്ട്, 2024 സെപ്റ്റംബർ 2 നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 59.67 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക്. നിയർലി 60 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലേ. 60 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക്. മാക്സിമം മാർക്ക് ഫസ്റ്റ് റാങ്കുകാരൻ എന്നുള്ള മാർക്ക് വന്നത് 83 ആയിരുന്നു വന്നത്. സോ 60 മുതൽ 80 വരെ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. 20 മാർക്ക് അല്ലേ, 23 മാർക്കാണ് നമുക്ക് ഇവിടെ ഉള്ളത്. 23 മാർക്കിനുള്ളിലാണ് ഈ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകളും ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ഇന്റർവ്യൂവിന് മാക്സിമം കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മാർക്കാണ്. 20 മാർക്കിലായിരുന്നു ഇന്റർവ്യൂ, മാക്സിമം 13 മാർക്കാണ് കിട്ടിയത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇപ്പോൾ 2025 ഡിസംബർ 26 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഈ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ 121 അഡ്വൈസ് ആണ് ടോട്ടൽ പോയത്. ഇനിയും ചില അഡ്വൈസുകൾ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇനിയും അഡ്വൈസുകൾ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ 2027 സെപ്റ്റംബർ 1 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. നമുക്കറിയാം 2 ഓൾറെഡി എന്ത് വന്നിട്ടുള്ളത്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സെപ്റ്റംബർ 2 2024 3 വർഷത്തേക്ക് പറയുമ്പോൾ 2007 സെപ്റ്റംബർ 1 എക്സ്പയർ ആവും. അപ്പോൾ നമുക്കിനി ഒരു വർഷത്തോളമാണ്, ഒരു വർഷമാണ് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകാനുള്ളത്. ആ ഒരു വർഷത്തിനുള്ളിൽ എക്സാം കണ്ടക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റുകൾ നടത്തണം, ഇന്റർവ്യൂ നടത്തിയിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട് എക്സാമുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ഒരു പ്രീവിയസ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്കസ് ചെയ്തത്. ഇനി ഇത് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ തവണ ടെക് PSCയിലൂടെ AMVയുടെ എക്സാമുകളിൽ ബാച്ചുകളിൽ ജോയിൻ ചെയ്തിട്ട് എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. 200ഓളം പേര്
റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ AMVAക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ തവണ കുറേ അധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ച ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ടെക് PSC എന്ന് പറയുന്നത്. ടെക് എക്സാംസുകൾ എല്ലാം തന്നെ കോച്ചിങ് നിലവിൽ നൽകുന്നുണ്ട്. സോ ഫുള്ളി സിലബസ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. പിന്നെ PDF നോട്ട്സുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളെ മെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഫുൾ മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്സാം വരെ ആയിരിക്കും വാലിഡിറ്റി ഉണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് AMVയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉടനെ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളുടെ ടെക് PSCയിൽ AMVയുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെയാണ് ടെക് PSCയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സിലബസിനെ കുറിച്ചാണ്. സിലബസിന് മൊത്തത്തിൽ നമുക്ക് സിലബസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് സിലബസിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. അപ്പോൾ സിലബസ് നോക്കാം. നമുക്ക് ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ 100 മാർക്കിനെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു 40 + 40 + 20 എന്നായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 40 മാർക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്. 40 മാർക്സ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഒരു 20 മാർക്കാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഈ 40 മാർക്സ് മെക്കാനിക്കലിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് 10 മാർക്ക് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റത്തെ 10 മാർക്ക് വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസുമാണ്. FM-ഉം HM കൂടി കൂടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത് ഫസ്റ്റത്തെ ഒരു 10 മാർക്ക് വരുന്നത്. പിന്നെ തെർമൽ എഞ്ചിനീയറിംഗ്, നമ്മൾ തെർമോഡൈനാമിക്സും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് തെർമൽ എഞ്ചിനീയറിംഗ്. അതിന് നമുക്കൊരു 10 മാർക്കിനാണ് അടുത്ത് വരുന്നത്. പിന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ്, ബോയിലേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു 10 മാർക്ക് വരുന്നുണ്ട്. സോ മെക്കാനിക്കലിന്റെ കോർ ആയിട്ടുള്ള 4 പേപ്പേഴ്സും ഇവിടെ എന്തുണ്ട് അല്ലെ, ഈ ഒരു 10 മാർക്ക് വെച്ചിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് 40 മാർക്ക് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ആണ്. ഓട്ടോമൊബൈലിലെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു 40 മാർക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 10 മാർക്ക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിനും അതേപോലെ തന്നെ റിലേറ്റഡ് സിസ്റ്റംസും എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസിൻ്റെയും കൂടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു 10 മാർക്ക് വരുന്നത്. സെക്കൻഡ് നമ്മളുടെ ചേസിസുമായി ബന്ധപ്പെട്ട്, ചേസിസ് എന്ന് പറയുമ്പോൾ അതിൽ സസ്പെൻഷനും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടും. ഇതെല്ലാം തന്നെ 10 മാർക്കിന് നെക്സ്റ്റ് ഒരു 10 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. അപ്പോൾ അത് എല്ലാം കൂടി ഉൾപ്പെട്ടിട്ട് നമുക്കൊരു 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ് എല്ലാം കൂടിയിട്ട് നമുക്കൊരു 10 മാർക്കും വരുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത് ഓട്ടോമൊബൈലിനും മെക്കാനിക്കലിനും വരുന്നത്. അപ്പോൾ 40, 40, 80 ബാക്കി 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജോലിയുടെ സ്വഭാവമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് തസ്തികക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയാം. അതിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഉണ്ട്, കേരള ടാക്സ് ആക്ഷൻ ആക്ട് ഉണ്ട്. ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് 20 മാർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് 10 മാർക്കും പിന്നെ മറ്റു ജോബ് റിലേറ്റഡ് ഇതിന് സ്പ്ലിറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ട് ഏതൊക്കെ സെക്ഷൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യം സിലബസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് എന്ത് വരുന്നത് 100 മാർക്കിനാണ് ടോട്ടൽ എക്സാം വരുന്നത്. ദെൻ ഇനി നമ്മൾ എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയാൻ പോകാം അല്ലേ. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് എലിജിബിൾ ആണോ നോക്കണം. ഞാനിതിന് എലിജിബിൾ ആണോ നോക്കണം. അതായത് എനിക്ക് ഈ പറഞ്ഞിരുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിപ്ലോമ ഓട്ടോമൊബൈൽ ഓർ BTech ഓട്ടോമൊബൈൽ, ഡിപ്ലോമ മെക്കാനിക്കൽ ഓർ BTech മെക്കാനിക്കൽ, അതെല്ലാം ഇക്വലന്റ് ആയിട്ടുള്ള PSC അംഗീകരിച്ച ക്വാളിഫിക്കേഷൻ ഉണ്ടോ അല്ലെ, ഇക്വലന്റോ ഹയറോ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നോക്കണം. അപ്പോൾ എലിജിബിൾ ആണെങ്കിൽ അല്ലെ, എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഇതിൽ ക്വാളിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ്, നമ്മൾ അതും കൂടി ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. നെക്സ്റ്റ് പിന്നെ പോകേണ്ടത് ഫസ്റ്റ് ഗോ ടു ദി സിലബസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ടോട്ടൽ സിലബസിനെ നമ്മളൊന്ന് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്ന് സ്പ്ലിറ്റ് ആകാതെ നമ്മൾ ജസ്റ്റ് കൺസോൾട്ടേറ്റിലെ സിലബസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ സിലബസ് സ്പ്ലിറ്റ് സിലബസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിൽ ഓരോ ടോപ്പിക് ഒന്ന് നോക്കിയിട്ട് അല്ലേ, FM-ൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, തെർമലിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അങ്ങനെ മെക്കാനിക്കലിൻ്റെയും ഓട്ടോമൊബൈലിൻ്റെയും അതേമാതിരി ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം സിലബസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണോ, അല്ലെങ്കിൽ ഇതെനിക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് തന്നെ നോക്കണം. നമ്മൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ കഴിഞ്ഞ ആളുകൾ ആണ് എക്സാം എഴുതുന്നത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാളാണെങ്കിലും ഓട്ടോമൊബൈലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓട്ടോമൊബൈലത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഫ്ലൂയിഡ് മെക്കാനിക്സും തെർമോഡൈനാമിക്സും എല്ലാം തന്നെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ആയതുകൊണ്ട്. സോ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം.
ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മളുടെ കോച്ചിങ് എങ്ങനെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. ഒരു സെൽഫ് സ്റ്റഡി ആയിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പഠിക്കണോ, അതോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അവർ തരുന്ന കറക്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് വെച്ച് പഠിക്കണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. നമ്മൾ സെൽഫ് സ്റ്റഡി ആകുമ്പോൾ നമുക്ക് എന്താ കുറേ ബുക്കുകൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ബുക്കുകളിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പഠിക്കണം. ഇതിന് കുറച്ച് സമയം എടുക്കും. പക്ഷേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിന് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പക്കായിട്ട് സിലബസും എല്ലാം തന്നെ ഓർഡർ ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് PSC ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ആക്കുക. അതോടൊപ്പം തന്നെ മോസ്റ്റ് ട്രസ്റ്റ് ചെയ്യുന്ന നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്യുക. ദെൻ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് നമ്മളുടെ സിലബസിൽ പറയുന്ന ടോപ്പിക്കുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം നമുക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്മാർട്ട് ആയിട്ടുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് തുടങ്ങുക. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ദെൻ പിന്നെ നമ്മൾ ഡെയിലി പ്രിപ്പറേഷൻ ചെയ്യുക, സ്മാർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് എന്താ വെച്ചാൽ വലിയ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു സ്മാർട്ട് നോട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലാസ്റ്റ് ആകുമ്പോൾ റിവിഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് മാറും. ദെൻ പിന്നെ പ്രോപ്പർലി പീരിയഡിക്കലി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ടോപ്പിക് വൈസ് എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യുക. നമ്മുടെ സിലബസിൻ്റെ ഫുള്ള് ടോപ്പിക്സ് കവർ ചെയ്തിട്ട് റിവിഷന് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഓരോ ടോപ്പിക് വൈസ് എക്സാമുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഫുള്ളായിട്ടുള്ള എക്സാം, ഒരു 100 മാർക്കിന് വരുന്ന ഒരു 10ഓ 20ഓ എക്സാംസ് എന്ത് ചെയ്യുക, നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോഴേ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഒക്കെ ആ ഒരു ഫുൾ എക്സാം എഴുതുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ദെൻ പിന്നെ നമ്മളെ മിസ്റ്റേക്സ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും അത് തെറ്റുകളൊക്കെ തിരുത്തി കറക്റ്റായിട്ട് പഠിക്കുക. ദെൻ ലാസ്റ്റ് ഒരു ഫൈനൽ ലാപ്പ് കൂടിയും ചെയ്യുക, അല്ലേ. നമ്മളൊരു ഫൈനലായിട്ട് ഒരു റിവിഷൻ കൂടിയും ചെയ്യുക എക്സാമിന് മുന്നോടിയായിട്ട്. സോ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സിലബസും കാര്യങ്ങളൊക്കെ എടുത്ത് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. കൂടുതൽ സമയം ലേറ്റ് ആകരുത്. കോഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ് ടെക് PSCയിൽ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ടെക് PSCയിൽ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റഫറൻസ് ബുക്കുകളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബുക്കുകൾ റഫറൻസ് ചെയ്യണം അല്ലെങ്കിൽ റെഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക്കും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് സിലബസിൽ കൊടുത്തില്ല ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും അല്ലേ. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും നമ്മൾ ബിടെക്കിന് പഠിക്കുകയാണെങ്കിലും ഡിപ്ലോമക്ക് പഠിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും RK ബെൻസാളിൻ്റെ അല്ലേ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്നുള്ള ബുക്കാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത് ആണല്ലോ. അപ്പോൾ ഈ ബുക്കിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. കുറേ പ്രോബ്ലംസ് അടങ്ങിയിട്ടുള്ള ബുക്കാണ്, അല്ലേ. സിമ്പിൾ പ്രോബ്ലംസ് നമ്മുടെ എക്സാമിൽ ചോദിക്കാം. റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളിലൊക്കെ സിമ്പിൾ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ AMVA എക്സാമിൽ സിമ്പിൾ പ്രോബ്ലംസ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും AMVAയുടെ സെയിം സിലബസിൽ നടന്നിട്ടുള്ള ഈ 2026 നടന്നിട്ടുള്ള ഒരു എക്സാമിൽ നമുക്ക് എന്തുണ്ടായിരുന്നു, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സിമ്പിൾ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസിനും വർക്കൗട്ട് ചെയ്യാൻ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോവുക. സോ ബെൻസാളിൻ്റെ ടെക്സ്റ്റ് ആണ് വേണ്ടത്. ഇത് നമ്മളൊരു റെഫറൻസ് ബുക്കായിട്ടാണ് പറയുന്നത്. പിന്നെ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ക്യാപ്സൂൾ പോലുള്ള ബുക്കുകൾ, റേഡിയൻ്റ് പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ക്യാപ്സൂൾ പോലുള്ള ബുക്കുകൾ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ബുക്ക് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റും. ദെൻ പിന്നെ തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. തെർമൽ എഞ്ചിനീയറിംഗ് RK രജപുത്തിൻ്റെ ബുക്കാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, RK ബെൻസാളിൻ്റെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ്, ബോയിലേഴ്സ്, ഇതിൽ കുറേ അധികം കാര്യങ്ങൾ ഒന്നിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്, അല്ലേ. ആ ലാസ്റ്റത്തെ 10 മാർക്ക് മെക്കാനിക്കലിൻ്റെ സെക്ഷനിലെ ലാസ്റ്റ് 10 മാർക്ക് എന്ന് പറയുന്നത് കുറേ അധികം കാര്യങ്ങളുണ്ട്. ഫ്ലൈ വീല്, അതേപോലെ സ്പ്രിങ്സ്, മെറ്റീരിയൽ എലമെന്റ്സ്, അതേപോലെ ബോയിലേഴ്സ്, ഇങ്ങനെ കുറേ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, അല്ലേ, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിൻ്റെ ബുക്സ് എടുക്കാം. അതേപോലെ രജപുത്തിൻ്റെ മെറ്റലർജി, മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ബുക്ക് എടുക്കാം. അതേപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ്, രജപുത്തിൻ്റെ തെർമൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം തന്നെ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈലിൻ്റെ പാർട്ടിലോട്ട് പോവാണ്. ഓട്ടോമൊബൈലിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈലിൻ്റെ മെയിൻ ആയിട്ടുള്ള റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ഡിപ്ലോമയിലൊക്കെ ഉപയോഗിക്കുന്ന കൃപാൽ സിംഗിൻ്റെ വോളിയം 1ഉം വോളിയം 2 ആണ്. അപ്പോൾ വോളിയം 1 എന്ന് പറയുന്നത് നമ്മളെ ചേസിസും സസ്പെൻഷനും കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്ന ബുക്കാണ്. വോളിയം 2 എന്ന് പറയുന്നത് എഞ്ചിനും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് സിസ്റ്റംസും ആണ്. കൃപാൽ സിംഗ് കംപ്ലീറ്റ്ലി നോക്കണം. കാരണം കൃപാൽ സിംഗിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ കൃപാൽ സിംഗിലുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സാമിന് നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ കൃപാൽ സിംഗ് ആണ് നമ്മൾ ഓട്ടോമൊബൈലിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓട്ടോമൊബൈലിൽ വേറെയും ബുക്കുകൾ അവൈലബിൾ ആണ്. കൃപാൽ സിംഗ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത് കവർ ചെയ്ത് പോവാം.
ദെൻ നെക്സ്റ്റ് പിന്നെ നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും PDF തന്നെ നമുക്ക് ഗൂഗിളിൽ ഓൺലൈൻ ആയിട്ട് കിട്ടും. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മിക്കവാറും അപ്ഡേറ്റഡ് ആയിട്ടുള്ള PDF ആവില്ല നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കുക. കാരണം നമ്മൾ കാലാകാലങ്ങളിലായിട്ട് മാറ്റങ്ങൾ വരാറുണ്ട്. ഇത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഇറങ്ങിയതിനു ശേഷം ഓരോ അമെൻമെന്റ് വരുന്ന സമയത്ത് ഫൈനിന്റെ എമൗണ്ട്, അതേപോലെ തന്നെ ചില സ്പീഡ് ലിമിറ്റുകൾ, അതേപോലെ ചില മെഷർമെന്റ് കാര്യങ്ങളൊക്കെ മാറാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്ന സമയത്ത് അതെല്ലാം മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ പഠിക്കാൻ. പഴയ PDF എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് ആഡ് ചെയ്ത സെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ എഡിഷൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ പുതിയ എഡിഷൻസ് നിങ്ങൾ ഉപയോഗിക്കുക. അതിലിപ്പോൾ ബെയർ ആക്ടിന്റെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 2026 വർഷം കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടും പ്ലേ സ്റ്റോറിലൊക്കെ നല്ല ഇങ്ങനത്തെ ആപ്പുകൾ അവൈലബിൾ ആണ്, പെയ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാം. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ 20 മാർക്കാണ്. 20 മാർക്കിന്റെ ഒരു വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ നമ്മളുടെ കട്ട് ഓഫ് റാങ്കും ഫസ്റ്റ് റാങ്കും തമ്മിലുള്ള ഒരു മാർക്കിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. സോ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് പഠിക്കണം. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഏതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇതിന് റെഫറൻസിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് AMVയുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുമ്പോൾ AMVയിൽ മെക്കാനിക്കലിന്റെ സെക്ഷൻസ് വന്നിട്ടുണ്ട്, ഓട്ടോമൊബൈലിന്റെ സെക്ഷൻസും വന്നിട്ടുണ്ട്. സോ ഓട്ടോമൊബൈലിലും മെക്കാനിക്കലും നടന്നിട്ടുള്ള എക്സാമുകളിലൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. സിലബസ് നോക്കുക, അതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ഇതിൽ ഈ ഒരു എക്സാമുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. സോ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് AMVയുടെ സിലബസ് പ്രകാരം എക്സാം ഇടുന്നത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലോട്ടുള്ള ഫോർമാൻ എന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. 2026 ജനുവരിയിലാണ് അതിന്റെ എക്സാം നടന്നത്. സോ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ AMVയുടെ എക്സാം 2023 AMVയുടെ എക്സാം, AMV നടന്നിട്ടുള്ള എക്സാം, പിന്നെ 2015 നടന്നിട്ടുള്ള AMV എക്സാം, അതിന് മുന്നേ നടന്നിട്ടുള്ള AMV എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ നോക്കാം. അതേപോലെ തന്നെ MTCIയുടെ പ്രീവിയസ് എക്സാമിനേഷനിൽ അതിൽ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. MTSI ഉപയോഗിക്കാം അല്ലേ. മോട്ടോർ ട്രാൻസ്പോർട്ട് CIയും മോട്ടോർ ട്രാൻസ്പോർട്ട് SIയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിക്കാം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഉപയോഗിക്കാം, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈൽ ഉപയോഗിക്കാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ മെക്കാനിക്കൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ 2023 അതിലൊക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ആ ഭാഗങ്ങൾ, അതായത് AMVന്റെ കറക്റ്റായിട്ട് AMV സിലബസ് അല്ല ഈ എക്സാമുകൾ നടന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് മെക്കാനിക്കലിലെയും ഓട്ടോമൊബൈലിലെയും പാർട്സ് നമുക്ക് ഇത് ഓരോന്നിലും കിട്ടും. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈൽ പറഞ്ഞു. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ MMV 2023 ജൂനിയർ ഇൻസ്ട്രക്ടറും അതിന് മുന്നേ നടന്നിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ദെൻ ഡീസൽ മെക്കാനിക് ജൂനിയർ ഇൻസ്ട്രക്ടർ ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഡീസൽ മെക്കാനിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ട്രേഡ്സ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓട്ടോമൊബൈൽ മെക്കാനിക് ഉണ്ട്, 2 വീലർ 3 വീലർ മെക്കാനിക് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ITI ലെവലിലും ട്രേഡ്സ്മാൻ ലെവലിലും വരുന്നുണ്ട്. സ്റ്റേറ്റ് ബോർഡ് ഓഫ് നമ്മളെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിലോട്ട് നടന്നതുകൊണ്ട് ITIയിലോട്ട് നടന്നതുകൊണ്ട് അതിന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട് എന്നുള്ള മനസ്സിലാക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ പിന്നെ അഡീഷണലി നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നിമി ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഓട്ടോമൊബൈലിന്റെ പാർട്ടിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അത് നിമി ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെങ്കിൽ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പൂളുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ MMVൻ്റെതോ ഡീസൽ മെക്കാനിക്കലിൻ്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓട്ടോമൊബൈൽ ഭാഗത്തുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ VSSC ISRO MMVൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ SSC RRB JEയിലെ മെക്കാനിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ നമുക്ക് ഒരു ഒട്ടനവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് റെഫറൻസിൽ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് അത് കറക്റ്റായിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി സിലബസിനോട് മാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാം. സോ ഇനി നമുക്ക് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു തവണത്തെ AMV നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ കോച്ചിങ് ടെക് PSCയിൽ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ AMVയുടെ ബാച്ച് നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ വർഷവും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ AMVയുടെ ബാച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.